ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു സ്കിൻ കെയറിൻ്റെ വീഡിയോ ആയിട്ട് തന്നെ കേട്ടോ. സ്കിൻ കെയറിൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ കുറേ സ്കിൻ കെയറിൻ്റെ ഓരോ പ്രൊഡക്റ്റുകൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇന്നും ഞാൻ ഒരു സ്കിൻ കെയറിൻ്റെ വീഡിയോ ആയിട്ട് തന്നെ വന്നേക്കണത്. കുറേ നാളായി ഞാനിങ്ങനെ ഓരോ പ്രൊഡക്റ്റുകൾ സെർച്ച് ചെയ്താണല്ലോ മേടിക്കണത്. ഞാൻ കൂടുതലിപ്പോൾ ഞാൻ സ്കിൻ കെയറിൻ്റെ പ്രൊഡക്റ്റുകൾ മേടിക്കണം എല്ലാം തന്നെ പർപ്പിളിൽ നിന്നാണ്. അപ്പോൾ ഇന്നും ഞാൻ ഒരു പ്രൊഡക്റ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയാണ്. അപ്പോൾ ഞാൻ പർപ്പിളിൽ നിന്ന് കുറച്ച് പ്രൊഡക്റ്റുകൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തണേ. അപ്പോൾ എന്താണ് പ്രൊഡക്റ്റ്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായി പറയണതാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ ഒരു ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റിലാട്ടോ. അപ്പം നൈറ്റ് കെയർ ആയിട്ടാണ് ഞാൻ ഈ ഒരു ക്രീം കൂടുതൽ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഡെയിലും യൂസ് ചെയ്യേണ്ട ഡെയിലി മോയ്സ്ചറൈസറായിട്ടും നൈറ്റിൽ നൈറ്റ് ക്രീമായിട്ടാട്ടോ ഞാൻ ഈ ഒരു ക്രീമിനെ എടുത്തേക്കണത്. അപ്പം ഞാൻ കൂടുതൽ ഞാനിതിനെ പറയണില്ല, പ്രൊഡക്റ്റ് എന്താണെന്ന് കാണിച്ചു തരാം. അപ്പം അതെ ഇതാട്ടോ പ്രൊഡക്റ്റ്, ഗുഡ് വൈബ്സിൻ്റെ ബ്രൈറ്റ്നിങ് ജെൽ ക്രീമാട്ടോ, റൈസ് വാട്ടറിൻ്റെ ബ്രൈറ്റ്നിങ് ജെൽ ക്രീമാണ്. അപ്പോൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമെന്ന് വെച്ചാൽ കുറേ പേര് ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, യൂട്യൂബേഴ്സ് തന്നെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസ് ആണ് കൂടുതലും. എന്നുവെച്ചാൽ നമ്മുടെ റൈസിൻ്റെ ക്രീമും കാര്യങ്ങളും ഒക്കെ, റൈസ് വാട്ടർ, റൈസ് ടോണർ, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതലും കൊറിയൻ സ്കിന്നിൻ്റെ ഒരു ഇതായിട്ടാട്ടോ ഈ ഒരു ക്രീം വന്നത്. അപ്പം അത് ഇന്ത്യൻ സ്കിന്നിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ. ഇപ്പം ഇത് നോ പാരബൻ ഫ്രീ ആണ്, നോ മിനറൽ ഫ്രീ ആണ്, മിനറൽ ഓയിൽ ഫ്രീ ആണ്, എല്ലാം അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൽ റൈസ് ആണ് ഇൻഗ്രീഡിയൻസ്, ബ്രൈറ്റ്നിങ് ജെൽ ക്രീം. അപ്പോൾ ഞാനിത് ഡെയിലി മോയ്സ്ചറൈസറായിട്ട്, അപ്പോൾ ഞാനിപ്പോൾ മോയ്സ്ചറൈസറിന് പകരം സൺസ്ക്രീം ഫസ്റ്റ് തന്നെ ഇത് സെറം, പിന്നെ മോയ്സ്ചറൈസർ. അപ്പോൾ മോയ്സ്ചറൈസറിന് പകരം ഈ ക്രീം യൂസ് ചെയ്ത് പിന്നെ സൺസ്ക്രീൻ, പിന്നെ നമുക്ക് പൗഡർ കാര്യങ്ങൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഇപ്പോൾ നൈറ്റ് ആയതാണ് ഞാനിത് ഫേസിൽ ഇപ്പം ഞാൻ ഒരു സെറം, ഡെംഡോക്കിൻ്റെ നിയാസിനമൈഡ് സെറമായിട്ട് ഞാൻ നൈറ്റ് യൂസ് ചെയ്യണത്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഒരു ലിപ് ബാമും കൂടി ഇട്ടിട്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങളിത് കാണിച്ചു തരാം. അതിനു മുമ്പ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയണത് നമുക്ക് 300 രൂപയാണ്. അപ്പോൾ എനിക്ക് 200 സംതിങ് രൂപക്കാണ് കേട്ടോ ഓഫർ കിട്ടിയത്. പിന്നെ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കാണ്, ലൈറ്റ് വെയ്റ്റ് ഫോർമുലയാണ്, ഡീപ്ലി മോയ്സ്ചറൈസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ലതാണ്. ഇപ്പം ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 4 ഡേയ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഇതുണ്ട്. പക്ഷേ ഇത് നന്നായിട്ട് അബ്സോർവ് ചെയ്യാൻ ഇച്ചിരി ഒരു ഇതുണ്ട്, അല്ലാണ്ട് നല്ലൊരു ജെൽ ടെക്സ്ചർ ആട്ടോ ഇതിനുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. കൂടുതലൊന്നും കാണിക്കണം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ലാട്ടോ, ഒരു ക്രീമിന് നല്ലൊരു സ്മെല്ലാണ് ഇതിൻ്റെ വരുന്നത്. ഇത് കണ്ടോ, ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയതിൻ്റെ ആയിട്ട് ഇത്. അതെ, കുറച്ചെടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒരിത്തിരി എടുത്താൽ മതി. നന്നായിട്ട് തന്നെ നമുക്ക് അത് എല്ലായിടത്തും ഓക്കെ ആയി പുരട്ടാൻ പറ്റും. അപ്പോൾ അതേ ഞാൻ ഞാൻ പറഞ്ഞില്ല, ഇച്ചിരി അബ്സോർവ് ആകാൻ, പെട്ടെന്ന് അങ്ങ് അബ്സോർവ് ആകാൻ ഇച്ചിരി പാടും. പക്ഷേ അബ്സോർവ് ആയിക്കഴിഞ്ഞാൽ ഓക്കെ, അവിടെ തന്നെ ഫിക്സ് ആയിട്ടിരുന്നോളും. ഞാൻ നന്നായിട്ട് മുഖത്ത് നൈറ്റ് കെയർ ആയിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് പിന്നെ ഞാൻ കിടന്നുറങ്ങുള്ളൂ. പിന്നെ രാവിലെ വാഷ് ചെയ്ത് പിന്നെ അടുത്ത റുട്ടീൻ ചെയ്യുള്ളൂ കേട്ടോ. അപ്പം ഞാനിതിപ്പോൾ ഒരു 1 വീക്ക് എങ്ങനെയുണ്ട് യൂസ് ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് കാണിച്ചു തരാം. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും എൻ്റെ സ്കിന്നിലെ മാറ്റങ്ങളൊക്കെ ഇതുകൊണ്ട്. അപ്പോൾ നല്ലൊരു മാറ്റമുണ്ട്. പിന്നെ പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഡസ്റ്റി സ്കിൻ എന്ന് പറയൂലേ, ആ ഒരു സ്കിൻ ടൈപ്പാണ്. അപ്പോൾ ഞാൻ ഒരു വൈറ്റനിങ് അല്ല ഉദ്ദേശിക്കണത്, ഞാൻ ബ്രൈറ്റനിങ് ആണ് ഉദ്ദേശിക്കണത് കൂടുതലും. അതിലാണ് ഞാൻ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരിക്കലും വൈറ്റനിങ് ആവണമെന്ന് ഞാൻ ഒരിക്കലും ഒരു ക്രീമും പറയില്ല. ബ്രൈറ്റനിങ്, നമുക്കൊരു ഫ്രഷ് ലുക്ക് കിട്ടാനായിട്ടാണ് ഞാൻ മാക്സിമം ഓരോ ക്രീമുകളും യൂസ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കണത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എല്ലാവർക്കും ഓക്കെ ആവുമെന്ന് പറയണില്ല, ഓക്കെ ആകാത്തവരും ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഒരു 4 ഡേയ്സ് യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ പിമ്പിൾസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വന്നില്ല. അപ്പോൾ ഞാനിതൊന്ന് കണ്ടിന്യൂസ് കുറച്ച് ദിവസം ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക്
നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനിത് ഓക്കെ ആണെന്ന് പറയണമില്ല, മെയിനായിട്ട് അത് പറയണതാണ്. ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഒരു 200 സംതിങ് രൂപ, ഒരു 280 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ മേടിച്ചപ്പോൾ എനിക്ക് എത്ര ആയുള്ളൂ. ഞാൻ കുറച്ചധികം പ്രൊഡക്റ്റ് മേടിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ എനിക്ക് കറക്റ്റ് പ്രൈസ് അറിയാത്തത്. അപ്പം നിങ്ങളും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. അപ്പോൾ ഇത്രയും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ടാറ്റാ.